ധ്യാനിക്കുമ്പോൾ ആത്മശുദ്ധീകരണം സംഭവിക്കുന്നുണ്ടോ? ധ്യാനിക്കുമ്പോഴുണ്ടാകുന്ന അനുഭവങ്ങൾ യഥാർത്ഥത്തിൽ അനുഭവങ്ങൾ തന്നെയാണോ? അതോ മനസ്സിൻ്റെ സൃഷ്ടികൾ മാത്രമാണോ? ഇതറിയണമെങ്കിൽ മനസ്സിൻ്റെ 3 തലങ്ങൾ എന്താണെന്നും അവ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നും അറിയണം. അമാസന ധ്യാനം ചെയ്യുന്നവരും മറ്റേതു തരം ധ്യാന രീതി പിന്തുടരുന്നവരും ഈ പോഡ്കാസ്റ്റ് ആവർത്തിച്ച് ശ്രവിക്കുക. ആത്മശുദ്ധീകരണം എന്ന വാക്ക് ധ്യാനത്തെക്കുറിച്ചും ആത്മീയതയെക്കുറിച്ചും സംസാരിക്കുന്നവർ എപ്പോഴും ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ആത്മശുദ്ധീകരണം എങ്ങനെ സംഭവിക്കുന്നു, എന്താണ് ആ പ്രക്രിയ എന്ന് ആരും പറഞ്ഞു തന്നിട്ടില്ല. അതിപ്രധാനമായ ഈ വിഷയങ്ങളാണ് ഈ പോഡ്കാസ്റ്റിലൂടെ അവതരിപ്പിക്കുന്നത്. ആത്മശുദ്ധീകരണത്തിനും ആത്മാവിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനും പൂർണ്ണമായ ധ്യാന മാർഗത്തെ ഈ പോഡ്കാസ്റ്റിലൂടെ പരിചയപ്പെടുത്തുന്നു. നിർവാണ യോഗയുടെ ഉപജ്ഞാതാവായ സംപൂജ്യ ഗുരുജി ബോധിസത്വൻ മാധവാചാര്യൻ നൽകിയിട്ടുള്ള ലോകത്ത് ഇന്നുവരെ കണ്ടെത്തിയിട്ടില്ലാത്ത ജ്ഞാനമാണ് ഈ പോഡ്കാസ്റ്റിലൂടെ പങ്കുവയ്ക്കുന്നത്. ശാന്തിയും സമാധാനവും സന്തോഷവും അന്വേഷിക്കുന്നവർ ഈ പോഡ്കാസ്റ്റ് അവസാനം വരെ ശ്രവിക്കുക. നിർവാണ യോഗചര്യയിൽ സംസ്കാര ശുദ്ധീകരണം പൂർണ്ണരൂപത്തിൽ സംഭവിക്കാനും മനസ്സിൻ്റെ ഉന്മൂലനം സംഭവിക്കാനുമായി രൂപപ്പെടുത്തിയ അതിമഹത്തായ പൂർണ്ണമായ ധ്യാനരീതിയാണ് അമാസനാധ്യാനം. ഒരു വ്യക്തി ഉണർന്നിരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും മനസ്സ് സദാ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. സംസ്കാര ഊർജകണങ്ങൾ സദാ തരംഗങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്നു. ഇവ മസ്തിഷ്കത്തിലേക്ക് എത്തുമ്പോൾ ചിന്തകളായി പരിവർത്തനപ്പെടുന്നു. സ്ഥൂല ശരീരത്തെയും പ്രബല ബോധത്തെയും നിയന്ത്രിക്കുന്നതിനു പുറമെ പ്രവർത്തനക്ഷമമല്ലാത്ത ഊർജകണങ്ങൾ മസ്തിഷ്കത്തിൽ ശേഖരിക്കപ്പെടുന്നു. ഈ ഊർജകണങ്ങൾ തരംഗങ്ങളായി പ്രബല ബോധത്തിലേക്ക് ഒരിക്കലും കടന്നുവരികയില്ല. ഇത്തരം ശേഖരണ അറകൾ മസ്തിഷ്കത്തിലുടനീളം വ്യാപരിച്ചു നിൽക്കുന്നു. ഇവയിൽ ശേഖരിക്കപ്പെടുന്നവ എന്തുതന്നെയായാലും വ്യക്തി അതേപ്പറ്റി തീർത്തും ബോധവാനല്ല. പ്രബല ബോധത്തിലേക്ക് ചിന്തകളായി ഒരിക്കലും കടന്നു വരാത്ത മറഞ്ഞിരിക്കുന്ന മനസ്സിൻ്റെ തന്നെ ഭാഗമായ ഈ സംസ്കാര ഊർജ കണങ്ങളെയാണ് ശാസ്ത്രലോകം, പ്രത്യേകിച്ചും മനഃശാസ്ത്രജ്ഞർ അബോധ മനസ്സ് എന്ന് നാമകരണം ചെയ്തിരിക്കുന്നത്. ശാസ്ത്രലോകത്തിൻ്റെ പഠനങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും അനുസരിച്ച് അവർ മനസ്സിനെ 3 തരത്തിൽ വേർതിരിച്ചിരിക്കുന്നു: ബോധമനസ്സ്, ഉപബോധമനസ്സ്, അബോധമനസ്സ്. ഈ ജ്ഞാനം പൂർണ്ണമല്ലെങ്കിലും ഭാഗികമായി ഇവ ശരിയാണ്. ബോധമനസ്സ് എന്നത് പ്രബല ബോധത്തിൽ പ്രവർത്തിക്കുന്ന മനസ്സിൻ്റെ ഭാഗമാണ്. ഈ ഭാഗത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ഒരു വ്യക്തി സദാ ബോധവാനാണ്. പ്രബല ബോധത്തിലേക്കെത്തുന്ന ചിന്തകൾക്കനുസൃതമായി ഒരു വ്യക്തി പ്രവർത്തിച്ചാലും ഇല്ലെങ്കിലും ഉണർന്നിരിക്കുന്ന വേളയിലെ ഓരോ ചിന്തയും വ്യക്തി വ്യക്തമായി അറിയുന്നു. ഈ അവസരത്തിൽ അല്ലെങ്കിൽ സാഹചര്യത്തിൽ അനുയോജ്യമായവയെ സ്വീകരിക്കുകയും മറ്റുള്ളവയെ തള്ളിക്കളയുകയും ചെയ്യുന്നു. ചിന്തകൾക്ക് മേൽ വ്യക്തിക്ക് നിയന്ത്രണമില്ല എങ്കിലും ഈ ചിന്തകൾ സ്വീകരിക്കണമോ വേണ്ടയോ എന്നതും അവയ്ക്കനുസൃതമായി പ്രവർത്തിക്കണമോ വേണ്ടയോ എന്നതുമായ തീരുമാനം വ്യക്തിയുടെ നിയന്ത്രണത്തിലാണ്. ഉദാഹരണമായി, ഒരു വ്യക്തി ഒരു പുതിയ വ്യാപാരം തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നു എന്ന് കരുതുക. അത് ലാഭകരമാകുമോ അല്ലയോ എന്നതിനെപ്പറ്റി പലതരം ചിന്തകൾ ആ വ്യക്തിയിൽ ഉണരുന്നു.
സ്ഥിതജന്മത്തിൽ നേടിയ പ്രായോഗിക ജ്ഞാനവും അറിവുകളും ഒപ്പം പൂർവജന്മ സംസ്കാരങ്ങളിലെ സമാനമായ അനുഭവങ്ങളുടെ സ്മരണകളിൽ നിന്നും ഉയരുന്ന തരംഗങ്ങളും ഒക്കെ ചേർന്ന് സമ്മിശ്രമായ ചിന്തകൾ ഈ വ്യക്തിയുടെ ബോധത്തെ ബാധിക്കുന്നു. ഈ ആഗ്രഹം നടപ്പിലാക്കുന്നതിനെ അനുകൂലിക്കുന്നതും പ്രതികൂലിക്കുന്നതുമായ ചിന്തകൾ വ്യക്തിയുടെ ബോധത്തിൽ അറിയുന്നു. എന്നിരുന്നാലും അന്തിമ തീരുമാനം നിർണയിക്കുന്നത് ഈ വ്യക്തിയുടെ സ്വനിയന്ത്രണത്തിൽ, അതായത് സ്വമനസ്സിൻ്റെ നിയന്ത്രണത്തിൽ ബോധപൂർവം ആയിട്ടാണ്. ഇതിനായി ഏത് ചിന്തകൾ സ്വീകരിക്കണം എന്നും ഏതൊക്കെ തള്ളിക്കളയണം എന്നും വ്യക്തി ബോധപൂർവം തീരുമാനിക്കുന്നു. ഇതാണ് ബോധമനസ്സ്. എന്നാൽ ഉപബോധ മനസ്സാകട്ടെ ഏത് സാഹചര്യത്തോടും പ്രതിതരംഗം ഉത്ഭവിപ്പിക്കുകയും എന്നാൽ അത് പ്രബല ബോധത്തെ ബാധിക്കാതെ സമ്മേളിത മനസ്സ് അവയെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. കാരണം ഒരു വ്യക്തിയെ ബാധിക്കുന്ന ഓരോ സാഹചര്യത്തിനോടും വ്യക്തിയുടെ മനസ്സിൽ ഉടലെടുക്കുന്ന പ്രതികരണം സദാ ബാഹ്യമായി പ്രകടിപ്പിക്കാൻ അനുവദിച്ചാൽ അത് ആ വ്യക്തിയുടെ സ്വാഭാവികമായ രീതിയിലുള്ള ജീവിതം നയിക്കുവാൻ സാധ്യമല്ല. സദാ വികാരവിക്ഷോഭങ്ങൾ ആ വ്യക്തി പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കും. അത് ജീവിതത്തിൽ കൂടുതൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. ഈ കാരണത്താൽ മനസ്സ് തന്നെ ഇവയെ നിയന്ത്രിച്ച് വ്യക്തിയുടെ നിലനിൽപ്പിന് ഹാനികരമല്ലാത്ത രീതിയിലുള്ള പ്രതികരണം മാത്രം പ്രബല ബോധത്തിൽ ഉളവാക്കുന്നു. ഒരു വ്യക്തിയിൽ 2 വയസ്സിന് ശേഷം ബോധമനസ്സ് രൂപപ്പെടാൻ ആരംഭിക്കുന്നു. ബാല്യകാലത്തിൽ 7 വയസ്സിന് ശേഷം സംസ്കാര സ്വാധീനം വർദ്ധിച്ച് മനസ്സ് ശക്തിപ്പെടുവാൻ ആരംഭിക്കുന്നു. ഉപബോധ മനസ്സും രൂപപ്പെടുവാൻ ആരംഭിക്കുന്നു. സാഹചര്യങ്ങൾക്ക് അനുസൃതമല്ലാതെ ഉളവാകുന്ന തിക്തഫലങ്ങളെക്കുറിച്ച് ഒരു വ്യക്തി ഈ പ്രായം മുതൽക്കേ ബോധവാനാകുന്നു. എന്നാൽ ഇവയോട് പ്രതികരിച്ചാലും ഇല്ലെങ്കിലും ഓരോ സാഹചര്യവും ഉളവാക്കുന്ന വികാരം ഓരോ വ്യക്തിയിലും നിലനിൽക്കുന്നു. ഇവ കോപമോ ഭയമോ ദുഃഖമോ ഈർഷ്യയോ കാമമോ എന്തു തന്നെയുമാകാം. പുറമേ പ്രകടിപ്പിക്കാതെ നിയന്ത്രിക്കുമ്പോൾ ഇവ വ്യക്തിയിൽ നിന്നും ഇല്ലാതാകുന്നില്ല. പകരം ബോധമനസ്സിനെ ബാധിക്കാതെ പ്രബല ബോധത്തിലേക്ക് കടന്നുവരാത്ത തരത്തിൽ മനസ്സ് ഇവയുടെ സ്മരണകളെ മറ്റൊരു തലത്തിൽ സൂക്ഷിക്കുന്നു. ഇതാണ് ഉപബോധ മനസ്സ്. സ്ഥിതജന്മത്തിലെ ഇത്തരം ബോധമനസ്സിനാൽ അവഗണിക്കപ്പെടുന്ന സ്മരണകൾക്കൊപ്പം ആ വ്യക്തിയിൽ ഉണരപ്പെടാത്ത സമാനമായ പൂർവജന്മ സ്മരണകളും ഉപബോധ മനസ്സിൻ്റെ ഭാഗമായി ഒരു വ്യക്തിയിൽ സ്ഥിതി ചെയ്യുന്നു. സ്ഥിതജന്മത്തിൽ തന്നിൽ ആഘാതമുളവാക്കിയില്ലെങ്കിലും ഒരു വ്യക്തിയാൽ വിസ്മരിക്കപ്പെട്ട, അതായത് ബോധമനസ്സിനാൽ അവഗണിക്കപ്പെട്ട സ്മരണകൾ തന്നിൽ ഇപ്പോഴും നിൽക്കുന്നതിനെപ്പറ്റി ആ വ്യക്തി ബോധവാനാകുന്നില്ല. എന്നാൽ ഇവ നിശബ്ദമായി ആ വ്യക്തിയിൽ നിലനിൽക്കുകയും പ്രബല ബോധത്തിൽ പ്രതിഫലിച്ചില്ല എങ്കിലും ആന്തരികമായ അസ്വസ്ഥതയും അശാന്തിയും ആ വ്യക്തിയിൽ ഉളവാക്കുകയും ചെയ്യുന്നു. പ്രകടിപ്പിക്കപ്പെടാതെ അടിച്ചമർത്തുന്ന ഇത്തരം വികാരങ്ങൾ വ്യക്തിയിൽ ദീർഘകാലം നിലനിൽക്കുമ്പോൾ കാലക്രമേണ ഇവ മറ്റ് പൂർവജന്മ സംസ്കാരങ്ങളിൽ നിന്നും
സംസ്കാര ഊർജകണങ്ങൾ സ്വീകരിച്ചും രോഗാതുര ഊർജം പുറപ്പെടുവിക്കുന്നു. പ്രബല ബോധത്തിലേക്ക് കടന്നു വരുവാൻ അനുവദിക്കാതെ ഇവ പകരം ബാഹ്യ ശരീരത്തെ രോഗഗ്രസ്തമാക്കുന്നു. ഇത്തരം രോഗങ്ങളുടെ തോതും കാഠിന്യവും ഓരോ വ്യക്തിയിലേക്കും ഉപബോധ മനസ്സിൽ അടക്കം ചെയ്യപ്പെട്ട തീവ്ര വികാരങ്ങൾക്കും പൂർവജന്മ സംസ്കാരങ്ങൾക്കുമനുസരിച്ച് വ്യത്യസ്തമായിരിക്കുന്നു. ബാഹ്യ ശരീരത്തെ ബാധിക്കുന്ന രോഗമായി മാത്രമല്ല, ബോധമനസ്സിൻ്റെ നിയന്ത്രണം ലംഘിച്ച് പ്രബല ബോധത്തിലേക്കും ഇവ പലപ്പോഴും കടന്നുവന്ന് നിയന്ത്രണാതീതമായ വികാര വിക്ഷോഭങ്ങൾക്കും പ്രവൃത്തികൾക്കും കാരണമാകുന്നു. ബോധപൂർവം നിയന്ത്രിക്കാൻ സാധിക്കാത്ത വ്യക്തി പല പെരുമാറ്റങ്ങളും പ്രകടമാക്കുന്നു. ഇത് വ്യക്തിയുടെ ജീവിതത്തെയും ബന്ധങ്ങളെയും തകരാറിലാക്കുന്നു. ഓരോ വ്യക്തിയിലും സദാ ബോധമനസ്സും ഉപബോധ മനസ്സും തമ്മിലൊരു മൽപ്പിടുത്തം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഏതെങ്കിലും കാരണങ്ങളാൽ ഒരു വ്യക്തി മാനസികമായി ബലഹീനത ഉളവാക്കുന്ന സാഹചര്യങ്ങളെ നേരിട്ടാൽ, ഉദാഹരണത്തിന് കടുത്ത ദുഃഖം, നിരാശ, വിഷാദം തുടങ്ങിയവ, ബോധമനസ്സിൻ്റെ നിയന്ത്രണം ക്ഷയിക്കുകയും ഉപബോധ മനസ്സിൽ അടക്കം ചെയ്തിരിക്കുന്ന വികാരങ്ങൾ പ്രബല ബോധത്തെ ബാധിക്കുകയും ചെയ്യുന്നു. ശരീരം അപകടകരമാം വിധം രോഗഗ്രസ്തമാകുമ്പോഴും വ്യക്തികൾ മാനസികമായി ബലഹീനരാകാം. ഇക്കാരണത്താലാണ് മാരകമായ രോഗങ്ങൾ ബാധിക്കുന്ന രോഗികളുടെ മാനസികാവസ്ഥയും തകരാറിലാകുന്നത്. അബോധ മനസ്സ് എന്നത് ബോധമനസ്സിൽ നിന്നും ഉപബോധ മനസ്സിൽ നിന്നും വ്യത്യസ്തമാണ്. വളരെയധികം പഴക്കവും ആഴവുമേറിയ സംസ്കാരങ്ങളാണ് ഇവ. ഒരു മനുഷ്യൻ തൻ്റെ പല ജന്മങ്ങളിലും ആവർത്തിച്ച് പ്രകടമാക്കുന്ന പല സംസ്കാര പ്രവണതകളുടെയും മൂലകാരണമായ ഘടകങ്ങളാണ് അബോധ മനസ്സിൽ കുടികൊള്ളുന്നത്. ഇവയിൽ ഏകകോശ ജീവിയായിരുന്ന ജന്മം മുതൽക്ക് ശേഖരിക്കപ്പെട്ട പ്രാകൃത സംസ്കാരങ്ങൾ കുടികൊള്ളുന്നു. പക്ഷി മൃഗ ജന്മങ്ങളിൽ നിന്നും ശേഖരിക്കപ്പെട്ട മൃഗീയ സംസ്കാരങ്ങളും കുടികൊള്ളുന്നു. പ്രാകൃത സംസ്കാരങ്ങളുടെയും വികാരങ്ങളുടെയും കലവറയാണ് അബോധ മനസ്സ്. ഇവ ഓരോ വ്യക്തിയിലും ആത്മാവിൻ്റെ യാത്രയ്ക്കനുസരിച്ച് വ്യത്യസ്തപ്പെടുന്നു. എല്ലാ വ്യക്തികളിലും താൻ കടന്നുവന്ന മൃഗജന്മങ്ങളുടെയെല്ലാം സ്മരണകൾ അതിസൂക്ഷ്മമായെങ്കിലും അവശേഷിക്കുന്നു. പരിണാമഘട്ടത്തിൽ മനുഷ്യജന്മങ്ങളിലെല്ലാം പ്രകടിപ്പിച്ച സംസ്കാരങ്ങളുടെ അടിസ്ഥാന ഘടകങ്ങൾ ഈ മൃഗജന്മ സംസ്കാരങ്ങളിൽ നിന്നും രൂപപ്പെട്ടവയാണ്. എന്നാൽ മനുഷ്യരാശി കൂടുതൽ പുരോഗതി പ്രാപിച്ചപ്പോൾ പ്രാകൃത വികാരങ്ങൾക്ക് മാറ്റം വന്നു, സംസ്കരിക്കപ്പെട്ടു. ഇത്തരം പ്രാകൃത സംസ്കാരങ്ങളെ മനസ്സ് തന്നെ പ്രവർത്തനക്ഷമമല്ലാത്ത വിധത്തിലേക്ക് പരിവർത്തനപ്പെടുത്തി. മനുഷ്യൻ ഇന്ന് പ്രകടിപ്പിക്കുന്ന ഓരോ വികാരവും, അതായത് ക്രോധം, കാമം, മതം, മാത്സര്യം എന്നിവയൊക്കെയും പ്രാകൃത വികാരങ്ങളുടെ സംസ്കരിക്കപ്പെട്ട രൂപങ്ങളാണ്. ചില അധമ മാനവരിൽ മാത്രം ഇവ പ്രാകൃത രൂപത്തിൽ തന്നെ നിലനിൽക്കുന്നു. ഇവർ മനുഷ്യജന്മങ്ങളിലും മൃഗീയ വാസനകൾ മറികടന്ന് ജീവിക്കാത്തവരും മനുഷ്യരിൽ നിന്നും മൃഗജന്മത്തിലേക്ക് ആവർത്തിച്ച് താഴ്ച അനുഭവിച്ചിട്ടുള്ളവരും ആണ്. മൃഗജന്മങ്ങളിലും സാത്വിക അവസ്ഥകൾ പ്രകടിപ്പിച്ചിട്ടുള്ള ആത്മാക്കളിൽ അബോധ മനസ്സിലും സാത്വികാവസ്ഥ നിലനിൽക്കുന്നു.
എന്നാൽ ഇത്തരം ആത്മാക്കൾ വിരളമാണ്. ബഹുഭൂരിപക്ഷം മനുഷ്യരിലും അബോധ മനസ്സിൽ പ്രാകൃതമായ അധമാവസ്ഥകളാണ് നിലനിൽക്കുന്നത്. മനസ്സിൻ്റെ ഉന്മൂലനമെന്നത് ഈ 3 തലങ്ങളുടെ പൂർണ്ണ ശുദ്ധീകരണത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. മനഃശാസ്ത്രജ്ഞർ മനുഷ്യൻ്റെ ഉപബോധ മനസ്സിലേക്കും അബോധ മനസ്സിലേക്കും കടന്നു ചെല്ലുവാൻ ശ്രമിക്കുന്നു. എന്നാൽ അവർ കടന്നു ചെന്നത് ഉപബോധ മനസ്സിൻ്റെ തന്നെ ആഴമേറിയ ഭാഗങ്ങളിൽ മാത്രമാണ്. അബോധ മനസ്സിന്മേലുള്ള ബോധമനസ്സിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടാൽ മനുഷ്യൻ സർവവിവേചനവും നഷ്ടപ്പെട്ട് തികച്ചും മൃഗാവസ്ഥയിൽ പെരുമാറുവാൻ ആരംഭിക്കുന്നു. മാനസിക നില പൂർണ്ണമായും തകരാറിലായ മനോരോഗികളിൽ ഈ അവസ്ഥ ദർശിക്കാവുന്നതാണ്. ഈ കാരണത്താൽ മർത്യരിൽ സദാ അബോധ മനസ്സ് നിർജീവമായി പ്രവർത്തനരഹിതമായ അവസ്ഥയിൽ നിലകൊള്ളുന്നു. എന്നാൽ ഓരോ ആത്മാവിൻ്റെയും ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിന് മനസ്സിനെ പൂർണ്ണമായും നിഗ്രഹിക്കേണ്ടത് അനിവാര്യമാണ്. അതിന് ബോധപൂർവമായ പരിശ്രമവും പൂർണ്ണതയുള്ള സാധനാമാർഗങ്ങളും ആവശ്യമാണ്. ആദിശൂന്യ ബലശക്തിയുടെ പ്രത്യേക സാന്നിധ്യത്താൽ രൂപപ്പെട്ട നിർവാണ യോഗചര്യയിൽ ഇതിനായുള്ള പൂർണ്ണ സാധനാമാർഗങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നു. അവയിൽ മുഖ്യവും നിർബന്ധിതവുമായ സാധനാമാർഗമാണ് അമാസനാധ്യാനം. മനസ്സിൻ്റെ 3 തലങ്ങളിലേക്കും ഇറങ്ങിച്ചെന്ന് ശുദ്ധീകരിക്കുന്ന ഏക സാധനാമാർഗമാണ് അമാസനാധ്യാനം. മറ്റ് സാധനാമാർഗങ്ങളിലൂടെ ബോധ ഉപബോധ മനസ്സുകളുടെ ശുദ്ധീകരണം ആരംഭിക്കുമെങ്കിലും അബോധ മനസ്സിൻ്റെയും പൂർണ്ണ ഉന്മൂലനം അമാസനാധ്യാനത്തിലൂടെ മാത്രമേ സാധ്യമാകുകയുള്ളൂ. ബോധമനസ്സിൻ്റെ ഭാഗമായ സംസ്കാരങ്ങളിൽ ആരംഭിച്ച് ക്രമീകൃത രീതിയിൽ ഓരോ സംസ്കാരങ്ങളെയും അമാസനാധ്യാനത്തിലൂടെ പുറത്തു കൊണ്ടുവന്ന്, അതായത് പ്രബല ബോധത്തിലേക്ക് എത്തിച്ച് ശുദ്ധീകരിക്കുന്നു. ശരിയായ രീതിയിൽ അനുഷ്ഠിച്ചില്ല എങ്കിൽ അപകടകരമായ അവസ്ഥകൾ ഉണ്ടാകാം. ഓരോ വ്യക്തിയുടെയും ആത്മീയ നിലവാരമനുസരിച്ചാണ് അമാസനാധ്യാന രീതികൾ ഗുരുജി നിർദ്ദേശിക്കുന്നത്. വ്യക്തികളുടെ സമ്പൂർണ്ണ സമർപ്പണത്തിലൂടെ മാത്രമേ അമാസനാധ്യാനത്തിൻ്റെ ഫലപ്രാപ്തി പൂർണ്ണമാകുകയുള്ളൂ. അമാസനാധ്യാനത്തിലൂടെ സംസ്കാരങ്ങൾ ഉണർന്ന് പ്രബല ബോധത്തിലേക്ക് എത്തുന്നു. എന്നാൽ ഇവ സമർപ്പിച്ചാൽ മാത്രമേ ശുദ്ധീകരണ പ്രക്രിയ പൂർണ്ണമാകുകയുള്ളൂ. അല്ലാത്തപക്ഷം ഉണർന്നു വന്ന സംസ്കാരങ്ങൾ പ്രബല ബോധത്തെ സ്വാധീനിക്കാൻ ആരംഭിക്കുന്നു. ഇതിനാലാണ് ഗുരുവിൻ്റെ സാന്നിധ്യത്തിലും ഗുരുവിൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ചും മാത്രം അമാസനാധ്യാനം പരിശീലിക്കപ്പെടുന്നത്. അമാസനാധ്യാനത്തിൽ ഏർപ്പെടുന്ന ഒരു വ്യക്തിയിൽ സംസ്കാര ശുദ്ധീകരണം സംഭവിക്കുന്നത് എങ്ങനെയെന്നാൽ, സാധാരണഗതിയിൽ പ്രബല ബോധത്തിലേക്ക് ഉയർന്നു വരുന്ന ചിന്തകളെ സദാ ബോധമനസ്സ് വേർതിരിക്കുന്നു. സ്ഥിതജന്മവുമായി ബന്ധപ്പെട്ട ചിന്താ തരംഗങ്ങളാണ് സദാ പ്രബല ബോധത്തിലേക്ക് കടന്നു വരുന്നത്. പൂർവജന്മ സംസ്കാരങ്ങളുടെ സ്വാധീനം ഇവയിൽ ഉണ്ടാകാമെങ്കിലും പൂർവജന്മസ്മരണകളായല്ല, സ്ഥിതജന്മത്തിലെ സ്മരണകൾക്കും സാഹചര്യങ്ങളോടും ബന്ധപ്പെട്ടാണ് അവ പ്രബലബോധത്തിൽ എത്തുക. സ്ഥിതജന്മ ജീവിതത്തെ സാരമായി ബാധിക്കാത്ത രീതിയിൽ ബോധമനസ്സ് സദാ പൂർവജന്മ സംസ്കാരങ്ങളെ പ്രബലബോധത്തിലേക്ക് കടന്നു വരുന്നതിൽ നിന്നും തടഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാൽ എന്തെങ്കിലും കാരണങ്ങളാൽ
ബോധമനസ്സിൽ പ്രബല ബോധത്തിന്മേലുള്ള നിയന്ത്രണം ബലഹീനമാകുമ്പോൾ ചിന്താതരംഗങ്ങൾ നിയന്ത്രണാതീതമായി വ്യക്തിയുടെ പ്രബല ബോധത്തെ ബാധിക്കുന്നു. സാഹചര്യവശാൽ ഒരു വ്യക്തി നേരിടേണ്ടി വരുന്ന കടുത്ത ദുഃഖം, നിരാശ, തീവ്രഭയം, കോപം, മാരക രോഗങ്ങൾ തുടങ്ങിയവയൊക്കെ താൽക്കാലികമായോ നിരന്തരമായോ ബോധമനസ്സിൻ്റെ താളം തെറ്റിക്കുന്നവയാണ്. ഈ വേളകളിൽ അതുവരെ നിയന്ത്രിക്കപ്പെട്ടിരുന്ന സംസ്കാര ചിന്താതരംഗങ്ങൾ വ്യക്തിയെ ധാരാളമായി സ്വാധീനിക്കാൻ ആരംഭിക്കുന്നു. ചിലർ ഒരു കാലയളവിന് ശേഷം മനഃശക്തി വീണ്ടെടുക്കുകയും ചിലരിൽ അത് സംഭവ്യമാകാതിരിക്കുകയും ചെയ്യുന്നു. ഏതുതരം സാഹചര്യത്തിലും സ്ഥിതജന്മവുമായി ബന്ധമില്ലാത്ത, സമാന സാഹചര്യങ്ങൾ നിറഞ്ഞതല്ലാത്ത പൂർവജന്മ സംസ്കാര ചിന്താതരംഗങ്ങളെ നിയന്ത്രിക്കുവാനാണ് മനസ്സ് സദാ ശ്രമിക്കുന്നത്. ഈ കാരണത്താൽ തൻ്റെ പൂർവജന്മങ്ങളെപ്പറ്റിയോ ജന്മങ്ങൾ താണ്ടിയുള്ള ആത്മാവിൻ്റെ യാത്രയെപ്പറ്റിയോ ബോധവാന്മാരല്ല. സ്ഥിതജന്മത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും സ്ഥിതജന്മ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നു. എന്നാൽ അമാസന ധ്യാന പ്രക്രിയയിൽ മനസ്സിൻ്റെ നിയന്ത്രണം മറികടന്ന് ഒരു വ്യക്തിയുടെ ആത്മാവിൻ്റെ യാത്രയിൽ ശേഖരിക്കപ്പെട്ട സംസ്കാരങ്ങളിലേക്ക് ശ്രദ്ധ പതിപ്പിച്ച് അവയെ പുറത്തേക്ക് കൊണ്ടുവരിക എന്ന പ്രക്രിയയാണ് സംഭവിക്കുന്നത്. കാരണം ഈ സംസ്കാരങ്ങളെ പുറന്തള്ളുന്നതിലൂടെ മാത്രമേ ഒരു ജീവാത്മാവിൻ്റെ ശുദ്ധീകരണം സംഭവ്യമാകുകയുള്ളൂ. മഹത്തായ ഈ ധ്യാനം പൂർണ്ണനായ ഗുരുവിൽ നിന്ന് സാധനയായി സ്വീകരിച്ച് മനസ്സിൻ്റെ 3 തലങ്ങളെയും ശുദ്ധീകരിച്ച് ആത്മശുദ്ധി നേടി ജീവിതത്തിൽ നിത്യാനന്ദം അനുഭവിച്ചുകൊണ്ട് നിഷ്കാമ കർമ്മം ചെയ്യാൻ താൽപ്പര്യമുള്ളവർ ആശ്രമവുമായി ബന്ധപ്പെടുക. വിശദ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ മറ്റുള്ളവർക്കായി പങ്കുവയ്ക്കുക. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ, നന്മയുണ്ടാകട്ടെ, നന്മയുണ്ടാകട്ടെ.